വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇങ്ങനെ നേരെ ഇരുന്നൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറേ നാളായി. സോ കുറച്ച് നെർവസാണ്. എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ കുറച്ച് മറന്നുപോയി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കോളേജ് എങ്ങനെയുണ്ട്, ഞാൻ എവിടെയാണ് പഠിക്കുന്നത്, പിന്നെ എൻ്റെ കോളേജ് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട് കോളേജ് എങ്ങനെയുണ്ട്, കൊള്ളാവോ, ഇവിടെ അക്കാഡമിക്സ് എങ്ങനെയുണ്ട്, ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ആൻസറായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട് ഞങ്ങളുടെ റൂം ജഡ്ജ് ചെയ്യരുത്. ഇത് എൻ്റെ ഹോസ്റ്റൽ റൂമാണ്. ഒരു റൂം ടൂർ ഞാൻ ഈ റൂമൊന്ന് നല്ല രസമാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിൽ പോയേക്കാം. പിന്നെ എൻ്റെ ഫ്രണ്ട് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കോളേജ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം. കൂടുതൽ പേർക്കും ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാലാണ് കൂടുതൽ പേർക്കും അറിയാവുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എൻ്റെ കോളേജ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആകെ ഇവിടെ 3 ബാച്ചാണുള്ളത്. ഇപ്പോൾ എനിക്ക് ഒരു സീനിയറും ഉണ്ട്, ഒരു ജൂനിയറും ഉണ്ട്. ഞങ്ങൾ മിഡിലെ ബാച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചാണ്. സീനിയേഴ്സാണ് ആദ്യത്തെ ഈ കോളേജിലെ ബാച്ച്. അപ്പോൾ അത് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് മനസ്സിലായല്ലോ. ഇതൊരു പുതിയ കോളേജാണ്. എന്ന് പറഞ്ഞാൽ 2022 വന്നൊരു കോളേജാണ് ഇത്. അപ്പോൾ പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പരിമിതിയൊക്കെ മനസ്സിലായി. ഇപ്പോൾ തന്നെ ന്യൂസിൽ കാണുന്നുണ്ട് പുതിയ പുതിയ കോളേജ് കുറേ വരുമ്പോൾ, ഗവൺമെൻറ് കോളേജ് വരുമ്പോൾ പല ബുദ്ധിമുട്ടുണ്ട്. അത് ഇപ്പോൾ ബിൽഡിങ്, സ്വന്തമായിട്ട് ബിൽഡിങ് കാണത്തില്ല, ഹോസ്റ്റൽ ഉണ്ടാവില്ല, പിന്നെ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് പറയാം. ആക്ച്വലി നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഇല്ല ഇപ്പോഴും. ലൈക്ക് ഞങ്ങളുടെ ബിൽഡിംഗ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നഴ്സസ് ഹോസ്റ്റലായിരുന്നു. അത് ഇങ്ങനെ എടുത്ത് ഓരോ ഫ്ലോറായിട്ട് ഇങ്ങനെ ഓരോ ഹയർ സ്ഥലങ്ങളിലേക്കൊക്കെ റിക്വസ്റ്റൊക്കെ കൊടുത്ത് ഓരോ ഫ്ലോറായിട്ട് ഈ നഴ്സസ് ഹോസ്റ്റലിൽ നഴ്സസിനെ ഒഴിപ്പിച്ചാണ് നമ്മൾ ഇപ്പം നമ്മൾ നിലവിൽ നിൽക്കുന്ന ബിൽഡിങ് സ്വന്തമാക്കിയത്. അപ്പോൾ താഴെ ക്ലാസ് റൂമും, താഴെ 2 ഫ്ലോറിൽ ക്ലാസ് റൂം, ലൈക്ക് ക്ലാസ് റൂം, ഓഫീസ് ആൻഡ് ഓൾ, അങ്ങനെ 2 ഫ്ലോറിൽ, ആൻഡ് മുകളിലോട്ട് ഹോസ്റ്റൽ. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇനി വരുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോഴും എനിക്കറിയത്തില്ല. ഇൻ കേസ് ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് അറിയുകയാണെങ്കിൽ ഞാൻ പറയാം. ഇതുവരെ എനിക്കറിയത്തില്ല. കാരണം കഴിഞ്ഞ ഞങ്ങളുടെ ജൂനിയർ ബാച്ച് വന്നപ്പോഴും ഹോസ്റ്റൽ ഇഷ്യൂസിനെ പറ്റി ഭയങ്കര പ്രശ്നമൊക്കെ നടന്നായിരുന്നു. ഹോസ്റ്റൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കിട്ടി. അപ്പോൾ ഇപ്പോൾ നിലവിൽ 3 ബാച്ച്, ഞങ്ങൾ 3 ബാച്ചോടെ ഉള്ള 3 ബാച്ച് ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു ബാച്ച് വരുമ്പോൾ ഹോസ്റ്റൽ കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. കിട്ടുമായിരിക്കാം, കിട്ടാതിരിക്കാം. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ നമ്മുടെ ഇവിടുത്തെ പേരൻറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ട് ഫ്രണ്ടിൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഒരു 2 സ്റ്റെപ്പ് വെച്ചാൽ മതി, നമുക്ക് ഹോസ്പിറ്റലിനുള്ളിൽ കയറാം. അപ്പോൾ പോസ്റ്റിങ്ങിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്പർ ഓഫ് കേസസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേഷ്യൻസ് അങ്ങനെ, ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഒന്നും വരത്തില്ല. ബട്ട് നമ്മുടെ ക്ലിനിക്കൽ റിക്വയർമെൻറ്റ്സിനുള്ള പേഷ്യൻസ് ഉണ്ട്. ഇൻ കേസ് നമുക്ക് അങ്ങനത്തെ ഇപ്പോൾ പീഡിയാട്രിക് പോസ്റ്റിംഗ്, സൈക്കാട്രി അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സൈക്കാട്രിക്ക് ഞങ്ങളുടെ സീനിയേഴ്സിനെ കൊണ്ടുപോയത് മറ്റേ പേരൂർക്കടയിലാണ്. ഇനി പീഡിയാട്രിക്സിന് അവരിപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോസ്റ്റിങ്ങിന് നമുക്ക് ഇവിടുത്തെ ഉള്ള പേഷ്യൻസ് വെച്ച് പറ്റത്തില്ലെങ്കിൽ നമ്മൾ വേറെ എടുത്ത് കൊണ്ടുപോകും. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അക്കാഡമിക്സ് വൈസും ക്ലിനിക്കൽ വൈസും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മറ്റ് കോളേജ് വെച്ച് നോക്കുവാണെങ്കിൽ അക്കാഡമിക്സ് കുറച്ചും കൂടി റിസൾട്ട് നമുക്കാണ് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ എനിക്ക് അതിൻ്റെ റീസൺ തോന്നുന്നു ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനോ കറങ്ങി നടക്കാനോ ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല. ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോകാൻ എന്നും ചെയ്യാം. ബട്ട് അങ്ങനെ അധികം ഉഴപ്പി നടക്കുന്ന കുട്ടികളല്ല ഇവിടെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അക്കാഡമിക്സ് എപ്പോഴും നല്ലതാണ്. അങ്ങനെ ആരും തോക്കത്തില്ലെന്നല്ല, 1, 2, 3 പേരൊക്കെ തോക്കുമെങ്കിലും അതർവൈസ് നമ്മുടെ അക്കാഡമിക്സ് ഒക്കെ മറ്റു കോളേജിനെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. ഇനി ഫാക്കൽറ്റീസിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് എല്ലാം നല്ല ആൾക്കാരാണ്. ഇപ്പോൾ പക്ഷേ ഫാക്കൽറ്റീസ് കുറവാണ് കേട്ടോ. നമുക്ക് മറ്റ് കോളേജിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫാക്കൽറ്റീസ് കുറവാണ്. ഒരു പുതിയ കോളേജ് ആയതുകൊണ്ടും മറ്റ് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഫാക്കൽറ്റീസ് ഇവിടെ കുറവാണ്. പക്ഷേ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര പ്രഷറാണ് അവർക്ക്, ഫാക്കൽറ്റീസ് ഭയങ്കര പ്രഷറൈസ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതെന്നൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതേ ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര പ്രഷർ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ നഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ ക്ലിനിക്കൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ എഴുതി തീർക്കാൻ, ചെയ്യാൻ, നമുക്ക് കുറേ പ്രൊസീജിയേഴ്സ് കാണിക്കാനുണ്ട്, പിന്നെ കുറേ എഴുതാനുണ്ട്, അങ്ങനെ കുറേ കാര്യം, പിന്നെ കുറേ സെമിനാർ, പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട്.
പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ആരും അങ്ങനെ എല്ലാം ചെയ്ത് തീർക്കണം. പക്ഷെ നമുക്ക് അങ്ങനെ മറ്റുള്ളവർ പറയുന്ന കണക്കൊരു ഇതെനിക്ക് ഫീൽ ചെയ്യാറില്ല ഇവിടെ. എല്ലാവരും ഭയങ്കര കുഴപ്പമാണ് അങ്ങനെ ഒന്നും എനിക്കിവിടെ ഫീൽ ചെയ്യാറില്ല. അങ്ങനെ ആരും നമ്മളെ പ്രഷറൈസ് ചെയ്യാനോ നമ്മൾക്ക് ഒരുപാട് ദേഷിച്ച് സംസാരിക്കാനോ അങ്ങനെയൊന്നും ആരും വരത്തില്ല. കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെല്ലാവരും പഠിപ്പിക്കുന്ന രീതി ആയാലും ഒക്കെ നൈസാണ്. നമുക്കും എല്ലാം മനസ്സിലാവുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയിട്ട് മനസ്സിലാവാത്തയാണെങ്കിൽ എന്നെപ്പോലെയൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് എപ്പോഴും ഉറങ്ങുന്ന ആൾക്കാരാണ്. പിന്നെ അതൊക്കെയാണ് എൻ്റെ ഫാക്കൽറ്റീസിനെ പറ്റി പറയാനാണെങ്കിൽ. പിന്നെ സ്റ്റുഡൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ വേറെ കോളേജിലുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട് പിള്ളേരൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എന്താ ഇങ്ങനെ അവരുടെ കോളേജിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നം, ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയും ഇല്ല. പ്രത്യേകിച്ച് എൻ്റെ ബാച്ചിൽ പറയാനാണെങ്കിൽ അങ്ങനെ പറയാൻ ഒരാളെ പോലെ എനിക്ക് കിട്ടത്തില്ല. കാരണം നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലാണ്. ആൻഡ് ആർക്കും അങ്ങനത്തെ ഒരു മനസ്സ് പോലില്ല. എല്ലാവരും കുറേ ചൈൽഡിഷ് കുട്ടികളാണ്. എല്ലാവരും കൂടി ഒരു ബാച്ചിൽ കുറേ ചൈൽഡിഷ് കുട്ടികൾ എല്ലാവരും കൂടി ഒരു ബാച്ചിൽ വന്നതാണ്. എൻ്റെ ബാച്ചിനെ പറ്റി പറയാനുള്ളതാണെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജ് വെച്ച് നോക്കുകയാണെങ്കിലും മുഴുവൻ വെച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ നല്ല ഇതാണ്. ആകെയുള്ള പ്രശ്നം നമുക്ക് ക്യാമ്പസ് ലൈഫ് അങ്ങനെ ആർട്സ് കോളേജിനെ പോലെ ഒരു ക്യാമ്പസ് ലൈഫ് എന്തായാലും നഴ്സിംഗ് സ്റ്റുഡൻസിന് കിട്ടത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കോളേജിൽ അത് വളരെ കുറവാണ്. ഉണ്ട് കോളേജ് ഡേ, യൂണിയൻ ഡേ, അങ്ങനത്തെ എല്ലാ ഡേ ഉണ്ടെങ്കിലും മറ്റ് ആർട്സ് കോളേജിനെ പോലെ അത്ര അടിപൊളി ആയിട്ടൊന്നും നമുക്ക് നടത്താൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ കിട്ടത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ കോളേജിൽ അത് കിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് എൻ്റെ കോളേജിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും എൻ്റെ കോളേജിനെ പറ്റി ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ കമൻ്റായിട്ടോ ഒക്കെ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി നിങ്ങൾ കാണാനുള്ളത്. ഇപ്പം എൻ്റെ അഭിപ്രായമല്ലേ കണ്ടത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായം കൂടെ കേട്ട് വെക്കാം. ഗുഡ് തിങ് എന്ന് പറയുമ്പം എൻ്റെ വീട് കൊല്ലത്തായിട്ട് എല്ലാ ആഴ്ച എനിക്ക് വീട്ടിൽ പോവാം. ബാഡ് തിങ് എന്ന് പറഞ്ഞാൽ കോളേജ് കൊള്ളത്തില്ല, എല്ലാ സ്റ്റാഫും കുറവാ, സ്റ്റുഡൻസ് ഒക്കെ കുറവാ. നമ്മൾ റീലിലൊക്കെ കാണുന്ന കണക്കൊക്കെ ഒന്നുമല്ല നമ്മുടെ എന്നാലും നമ്മളൊരു പ്രതീക്ഷിച്ച പോലെ ഒരു കോളേജ് ലൈഫ് അല്ല. വേറെ കോളേജൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലൊന്നുമല്ല നമ്മുടെ കോളേജ്. One good thing and one bad thing about our college. സാധാരണ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടി വർക്കുകളൊക്കെ ഒന്ന് ലഘൂകരിച്ചുകൊണ്ടുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതൊരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ നെഗറ്റീവ് പറയാനാണെങ്കിൽ ഒരുപാട് അപര്യാപ്തതയുള്ള നടുവിലാണ് നമ്മുടെ കോളേജ് നിൽക്കുന്നത്. ഇപ്പോഴും പല ഫെസിലിറ്റീസും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു. നമ്മുടെ കോളേജിൻ്റെ ഗുഡ് തിങ് എന്ന് പറയുന്നത് നമുക്ക് പാരൻ്റ് ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട്. മീൻസ് കോളേജ് ഹോസ്റ്റൽ തമ്മിൽ കുറച്ച് സ്ഥലത്തല്ലേ ഡിഫറൻസ്. ഒരേ ക്യാമ്പസ്. അപ്പോൾ നമുക്ക് എന്താ ട്രാവലൊന്നും ചെയ്യണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. നേരെ രാവിലെ തന്നെ നമ്മൾ എത്ര മണിക്ക് എണീക്കുന്നത്? 7 മണിക്ക്. 7 മണിക്ക് എണീറ്റ് എപ്പോൾ ക്ലിനിക്സിൽ അറ്റൻഡൻസ് ഇടുന്നു? 7:30. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഗുഡ് തിങ് അതെന്ന് പറയാം. പിന്നെന്താ ബാഡ് തിങ് അല്ലേ? ബാഡ് തിങ് എന്ന് പറയണേ അത് തന്നെയാണ്. കാരണം എന്താ, നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. അപ്പുക്കുട്ടൻ എന്നെ പഠിപ്പിച്ചതാണ് ഇതെല്ലാം. പഠിച്ച് പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ആൽബിൻ്റെ ആൻസർ വാസ് ഫയർ. മറ്റേ സാധനം എന്താ ആൽബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ദിസ് ഇസ് ആൽബിൻ കെ രാജു. നമ്മുടെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൽബിൻ കെ രാജു TTC കഴിഞ്ഞ് അവൻ BSc നഴ്സിംഗ് പഠിക്കാൻ വന്നതാണ്. ഗുഡ് തിങ് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും സർവൈവ് ചെയ്യാം. കാരണം ഒന്നുമില്ലല്ലോ ഇവിടെ. അതന്നെ, കോളേജിലൊന്നുമില്ല, അതുകൊണ്ട് എവിടെ ചെന്നാലും സർവൈവ്. യെസ്, ഇറ്റ്സ് എ ഗുഡ് തിങ്. കോളേജിലൊന്നുമില്ല, അതുകൊണ്ട് എവിടെ ഇനി നിങ്ങൾ എന്ത് പഠിക്കാൻ പോയാലും ഒരു ഹയർ സ്റ്റഡീസിന് കൂട്ടിക്കോ, നിങ്ങൾ പോവാന്ന് കൂട്ടിക്കോ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ ഒരു ഇൻഡിപെൻഡൻസി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം യെസ്, ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം എന്നാ
ഏത് കോളേജിൽ ചെന്നാലും ഓൾറെഡി ബിൽഡായിട്ടുള്ള ലാബുകൾ, ഫാക്കൽറ്റീസൊക്കെ കുറേ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യും. ഇവിടെയൊക്കെ മിസ്സുമാരെങ്ങനെയാണ് പുറകെ നടക്കുക. ആകെ 5 മാഡംസേ ഉള്ളൂ, ആകെ വിരലിൽ എണ്ണുന്ന സ്റ്റുഡൻസും ഒരു കോഴ്സും, BSc എന്ന് പറഞ്ഞൊരു കോഴ്സും. പിന്നെ മാഡംസ് ഇങ്ങനെ പുറകെ നടക്കും, അത് ചെയ്യും. ഓരോ പിള്ളേരെയും മാഡത്തിന് കൃത്യം അറിയാം എങ്ങനെയാണ് ഏതുപോലെയാണെന്ന്. അതുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. ബാഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും പിള്ളേരല്ലേ ഉള്ളൂ, ഇത്രയും പിള്ളേരേ ഉള്ളൂ, ഇത്രയും കോഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ഒരു എക്സ്പോഷർ കോളേജ് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു അങ്ങനെ ഒരു ലൈഫില്ല. എന്ന് വെച്ചാൽ നിറയെ പിള്ളേർ, ഭയങ്കര എക്സ്പോഷർ, അങ്ങനെ ഒരു എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ലൈഫ് നമുക്കില്ല. ഏതോ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ തന്നെ ഒരു സെയിം ബിൽഡിങ് ഹോസ്റ്റലും കൂടെ ആയതുകൊണ്ട് ഒരു ബിൽഡിങ്, മൺഡേ ഹോസ്റ്റൽ, ഏറ്റവും താഴെ വരുന്നു ക്ലാസ്, മൺഡേ കയറുന്നു, താഴെ വരുന്നു. നമ്മുടെ കോളേജിൽ അത്യാവശ്യം അക്കാദമിക്കലി സൂപ്പറാണ്, അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ബാക്കി കോളേജുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ക്ലാസ് ഒക്കെ എടുത്തു തരുന്നുണ്ട്, നല്ല ഇതാണ്. പിന്നെ ബാഡ് തിങ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണമില്ല. പ്രോഗ്രാംസ് ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് ഭയങ്കര കുറേ മറ്റേ കോളേജിനൊക്കെ, ഈ ആർട്സ് കോളേജിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ കോളേജ് ലൈഫ് അല്ല. നമ്മൾ നഴ്സിംഗ് കോളേജ് ബാക്കിയുള്ള കോളേജുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത്രയ്ക്കുള്ളൊരു കോളേജ് ലൈഫ് നമുക്കിവിടെ കിട്ടത്തില്ല. ബട്ട് അക്കാദമിക്കലി സൂപ്പറാണ്.